നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു BLDC ബ്രഷ്ലെസ് DC ഫാൻ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. അതിനുള്ളിലെ മെയിൻ പാർട്സുകൾ എന്താണ്, എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് വീഡിയോയിലൂടെ നോക്കാം. അതേപോലെ ഇതിൻ്റെ ഒരു നേരത്തെ, അതായത് 1-2 വീഡിയോ ഞാൻ ഇതിനെ സംബന്ധിച്ചിട്ടിട്ടുണ്ട്. ഓൾറെഡി നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതിന്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഈ ഒരു സംഭവം, അന്ന് എൻ്റെ ഒരു BLDC ഫാൻ്റെ ഒരു ബോർഡ് ഉണ്ടായിട്ടില്ല. ഇന്ന് ആ ബോർഡ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫാൻ ഓൾറെഡി നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സൂപ്പർ ഫാനാണ്. സൂപ്പർ ഫാനിൻ്റെ BLDC ആണ്. സിമ്പിൾ കണ്ടോ, സൂപ്പർ ഫാൻ്റെയാണ്. അപ്പം അതിൻ്റെ ഹൗസിങ് ഞാൻ അഴിച്ചു. ഇത് അലുമിനിയം ആണ് വരുന്നത്. ടോപ്പ് ബോട്ടം ഹൗസിങ് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഈ ഒരു കാണുന്നത് ഇതാണ് നമ്മുടെ സെൻസർ. ഓക്കെ, RF അല്ലെങ്കിൽ IR സെൻസർ ആണ്. 2 രീതി വരുന്നുണ്ട്, RF ഉണ്ട്, IR ഉണ്ട്. അപ്പം ഇതൊരു സെൻസർ മൊഡ്യൂളാണ്. ഓക്കെ, അതേമാതിരി ഇതിനുള്ളിൽ കാണുന്നതാണ് ഈ ഒരു പോർഷൻ. ഈ ഒരു സംഭവമാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കിറ്റിൽ വരുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കിറ്റിൽ വരുന്നതിനൊന്നും ഇത്തരം ക്വാളിറ്റി ഇല്ല. അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിഗ്രഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്ന് നോക്കുക. ഇതാണ് ഇതിൻ്റെ പെർമനൻറ്റ് മാഗ്നറ്റ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് 12 വോൾട്ടിൻ്റെ കോയിലാണിത്. ഓക്കെ, ആ കോയിലിൽ നിന്നും വന്നിട്ടുള്ള 3 സപ്ലൈകൾ ഇതാണ്. UVW എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു 3 സപ്ലൈ ഇതിലോട്ടാണ് കൊടുക്കുന്നത്. സെൻസറിലോട്ട് പോകുന്ന വയറുകൾ നിങ്ങൾക്ക് കാണാം. മെയിൻ സപ്ലൈ നമ്മൾ ഈ ബോർഡിലാണ് കൊടുക്കുന്നത്. ഇനി ആ ബോർഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. മെയിൻ സർക്യൂട്ട് ബോർഡാണ് ഇത്. 230 വോൾട്ട് സപ്ലൈ കൊടുക്കുന്ന ലൈൻ. 230 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഇത് നേരെ ഇവിടെ വരുന്നു. സാധാരണ SMPSൻ്റെ ഫംഗ്ഷനാലിറ്റി, ഇതിനൊരു 24 വോൾട്ട് SMPS സെക്ഷൻ ഉണ്ട്, ഒരു കൺട്രോൾ സെക്ഷൻ ഉണ്ട്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷനെ നമുക്കൊരു 24 വോൾട്ടിൻ്റെ SMPS സെക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബ്ലൂ നിറത്തിൽ കാണുന്നതാണ് ഒരു ബോക്സ് കപ്പാസിറ്റർ എന്ന് പറയും. ഇത് ഇൻപുട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ഈ സാധനം, ഈ ഒരു ബ്ലൂ സാധനം, ഇതിലൊരു റബ്ബറിൻ്റെ ആ ഒരു ഹൗസിംഗ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സാധനത്തിന് MOV മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ എന്ന് പറയുന്നു. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, ഐറിഷ് കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ലൈൻ ഇൻഡക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലൈനും ന്യൂട്രലും നമുക്ക് ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ഈ കപ്പാസിറ്ററിലൂടെ കയറി ഇതിലൂടെ കയറി ഇതിലാണ് വരുന്നത്. ഈ ലൈൻ ഇൻഡക്ടർ ത്രൂ ആണ് വരുന്നത്. ശേഷം നമുക്ക് ഈ 4 ഡയോഡുകൾ കാണാം. ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന 4 ഡയോഡുകൾ ഫിൽട്ടർ ചെയ്യുന്നു. വീണ്ടും ഒരു കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നു. മോസ്ഫെറ്റ് സ്വിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണാൻ പറ്റുന്നു, അപ്പം നമുക്ക് അറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇത് സൂപ്പർ ഫാൻ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ഫാൻ കമ്പനിയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എനർജി എഫിഷ്യൻസി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേണ്ടത്, പ്രത്യേകിച്ച് ഒരു ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് പവർ ഫാക്ടർ കറക്ഷൻ. സോ ഇത് 16088 എന്ന് പറയുന്ന ഒരു IC ആണ്. ഈ IC ഒരു എറർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പവർ ഫാക്ടറിലുള്ള, അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന സപ്ലൈയിലുള്ള വേരിയേഷൻ എന്താണോ ആ എറർ സിഗ്നൽ വെച്ചിട്ടാണ് ഈ ഒരു പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് എഫിഷ്യൻസി കൂട്ടുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പവർ ഫാക്ടർ കറക്ഷനാണ്. ഇൻപുട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന AC സപ്ലൈയുടെ പവർ ഫാക്ടർ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഫസ്റ്റ് കേസിൽ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു സ്വിച്ചിങ് ഫെറൈറ്റ് ട്രാൻസ്ഫോമറാണ് സ്വിച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് കീ ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കപ്പാസിറ്റർ, മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ 35 വോൾട്ടിൻ്റെ 1000 mF ഒരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ഇവിടെ വന്നപ്പം ഈ കാണുന്ന ഒരു IC എന്ന് പറഞ്ഞാൽ നമ്മൾ IR റിമോട്ടിൻ്റെ, നമ്മുടെ റിമോട്ട് ഫങ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു IC ആണ്. ഈ ICകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ മോസ്ഫെറ്റുകൾ. നമുക്കറിയാം മോസ്ഫെറ്റുകൾ എങ്ങനെയാണ് H ബ്രിഡ്ജ് കോൺസെപ്റ്റിലാണ് ഇതിനുള്ളിൽ വർക്ക് ചെയ്യണത്. H ബ്രിഡ്ജ് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതതിൻ്റെ ഒരു സർക്യൂട്ടാണ് 1 2 3 4 5 6. ലോവർ അപ്പർ എന്നുള്ള അപ്പർ ആമും ലോവർ ആമും. ഓക്കെ, ഇങ്ങനെയുള്ള 6 മോസ്ഫെറ്റുകൾ വെച്ചിട്ടാണ് നമുക്ക് RYB അല്ല UVW എന്നുള്ള ആ ഒരു ഫേസിൻ്റെ 3 ഫേസുകൾ നമുക്ക് ഉണ്ടാക്കുന്നത്. സോ ഈ 2 ICകൾ ഇൻറ്റേർണൽ മോസ്ഫെറ്റ് ICകളാണ്. ഈ കാണുന്നത് മോസ്ഫെറ്റുകളാണ്. ഓക്കെ, ഈ കാണുന്ന മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT എന്നൊക്കെ വിളിക്കാം. ചെറിയ
സ്വിച്ചിങ് ആയതുകൊണ്ട് നമുക്ക് മോസ്ഫെറ്റാണ്. അപ്പോൾ ഈ മോസ്ഫെറ്റുകൾ, ഈ കാണുന്ന മോസ്ഫെറ്റുകൾ, അതായത് മോസ്ഫെറ്റുകൾ എന്ന് പറയുമ്പോൾ എന്താ, സിംഗിൾ ഇതുപോലുള്ള മോസ്ഫെറ്റുകൾ, ഇത് വേറൊരു പാക്കേജാണ്, പാക്കേജ് മോസ്ഫെറ്റാണ്. ഇപ്പോൾ ഈ മോസ്ഫെറ്റ് IC പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇത്. കാരണം ഇത് എടുക്കുന്ന കറണ്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ തെർമൽ ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് IC പാക്കേജിൽ വരുന്നത് മതി. അതിനെ എനേബിൾ ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ, സെനർ ഡയോഡ് പ്രൊട്ടക്ഷൻസ്, ഐസൊലേറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. അതുവഴി നമുക്കിവിടെ ഔട്ട്പുട്ട് ഡെറൈവ് ചെയ്ത് ഇവിടെ വരുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ബോർഡിൻ്റെ മെയിനായിട്ടുള്ളത്. ശേഷം നമുക്ക് ഈ ഒരു ബോർഡൊക്കെ അഴിച്ച് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഇത് കണ്ടോ, ഈ ഒരു ആവരണം കാണാം. അതായത് ഒരു പേസ്റ്റ്, ഒരു ഗ്ലൂ പോലെ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിനെയാണ് EMC കോട്ടിംഗ് എന്ന് പറയും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. അതായത് ഈ സ്വിച്ചിങ് ചെയ്യുന്ന ഈ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് കണ്ടക്ടിവിറ്റി കിട്ടാതിരിക്കാനും, ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, മറ്റുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും തുരുമ്പിക്കാതിരിക്കാനും, ട്രാക്കുകൾ പോകാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആവരണമാണ് ഇത്. സ്വിച്ചിങ് ചെയ്യുന്ന സാധനങ്ങളിലാണ് ഈ ഒരു കോട്ടിങ് വന്നിരിക്കുന്നത്. ഇപ്പുറത്തെ സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു കോട്ടിംഗ് ഒന്നും കൊടുത്തില്ല. കാരണം ഇത് 24 വോൾട്ട് സെക്ഷനാണ്, വലിയ രീതിയിലുള്ള പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഭാഗം കൂടുതൽ സ്വിച്ചിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് EMCയുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നോയ്സ് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള EMC കോട്ടിംഗ് കൊടുക്കുന്നത്. സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഒരു PCB നല്ല രീതിയിലുള്ള ഫംഗ്ഷൻ, നല്ല രീതിയിലുള്ളൊരു PCB ആണ്. അപ്പം ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്രോബ്ലമാണ്. കുറച്ച് നേരം ഓടും പിന്നെ നിൽക്കും, കുറച്ച് നേരം ഓടും പിന്നെ നിൽക്കും. ആ രീതിയിലുള്ളൊരു കംപ്ലയിൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യം നമുക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. താങ്ക് യു, ബൈ.